നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 36-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാവിത്. നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് അതിൽ യോശിയാവിന്റെ കാലത്ത് നിന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇന്നുവരെയും ഇസ്രയേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിലെഴുതുക. പക്ഷെ യഹൂദഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിയുവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. അങ്ങനെ യിരെമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തകത്തിൽ ചുരുളിൽ എഴുതി. യിരെമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത്, ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകാൻ കഴിവില്ല. ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം. അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദരും കേൾക്കെ നീ അത് വായിക്കണം. പക്ഷെ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താന്താർന്ന ദുർമാർഗം വിട്ടുതിരിയും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. യിരെമ്യാപ്രവാചകൻ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേര്യാവിന്റെ മകനായ ബാരൂക്ക് ചെയ്തു. യഹോവയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 5-ാം ആണ്ടിൽ 9-ാം മാസത്തിൽ അവർ യെരൂശലേമിലെ സകല ജനത്തിനും യഹൂദ പട്ടണങ്ങളിൽ നിന്ന് യെരൂശലേമിൽ വന്ന സകല ജനത്തിന് യഹോവയുടെ മുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. അപ്പോൾ ബാരൂക്ക് യഹോവയുടെ ആലയത്തിന്റെ പുതിയ വാതിലിന്റെ പ്രവേശനത്തിങ്കൽ മേലത്തെ മുറ്റത്ത് ഷാഫാന്റെ മകനായ ഗമരിയ രായസക്കാരന്റെ മുറിയിൽ വെച്ച് ഈ പുസ്തകത്തിൽ നിന്ന് യിരെമ്യാവിന്റെ വചനങ്ങളെ സകല ജനവും കേൾക്കെ വായിച്ച് കേൾപ്പിച്ചു. ഷാഫാന്റെ മകനായ ഗമരിയാവിന്റെ മകൻ മീഖായാവ് യഹോവയുടെ വചനങ്ങളെയൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗൃഹത്തിൽ രായസക്കാരനെ മുറിയിൽ ചെന്ന് അവിടെ സകല പ്രഭുക്കന്മാരും ഇരുന്നിരുന്നു. രായസക്കാരൻ എലീശാമായും ശെമയ്യാവിന്റെ മകൻ ദലായാവും അഹിബൂരിന്റെ മകൻ എൽനാഥാനും ഷാഫാന്റെ മകൻ ഗമരിയാവും അനന്യാവിന്റെ മകൻ സിദക്കിയാവും ശേഷം പ്രഭുക്കന്മാരും തന്നെ. ബാരൂക്ക് ജനത്തെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെയും മീഖായാവ് അവരോട് പ്രസ്താവിച്ചു. അപ്പോൾ സകല പ്രഭുക്കന്മാരും കൂശിയുടെ മകനായ ശെലെമ്യാവിന്റെ മകനായ നഥന്യാവിന്റെ മകൻ യഹൂദിയെ ബാരൂക്കിന്റെ അടുക്കൽ അയച്ച്, നീ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തകച്ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന് പറയിച്ചു. അങ്ങനെ നേര്യാവിന്റെ മകൻ ബാരൂക്ക് പുസ്തകച്ചുരുൾ എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു. അവർ അവനോട്, ഇവിടെ ഇരുന്ന് ഇത് വായിച്ച് കേൾപ്പിക്ക എന്ന് പറഞ്ഞു. ബാരൂക്ക് വായിച്ചു കേൾപ്പിച്ചു. ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു, തമ്മിൽ നോക്കി ബാരൂക്കിനോട്, ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞു. നീ ഈ വചനങ്ങളെയൊക്കെയും എങ്ങനെയാകുന്നു എഴുതിയത്? അവൻ പറഞ്ഞു തന്നിട്ടോ ഞങ്ങളോട് പറക എന്ന് അവർ ബാരൂക്കിനോട് ചോദിച്ചു. ബാരൂക്ക് അവരോട്, അവൻ ഈ വചനങ്ങളെയൊക്കെയും പറഞ്ഞു തന്നു, ഞാൻ മഷി കൊണ്ട് പുസ്തകത്തിൽ എഴുതിയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂക്കിനോട്, പോയി നീയും യിരെമ്യാവോടുകൂടെ ഓടിച്ചുകൊള്ളുക, നിങ്ങൾ ഇന്നിടത്ത് ഇരിക്കുന്നുവെന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു. അനന്തരം അവർ പുസ്തകച്ചുരുൾ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ വെച്ചേച്ച് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളെയൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്തഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ
ആ വചനങ്ങളെയൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലുമാകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ട് കളയരുതേ എന്ന് എൽനാഥാനും ദലായാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചുവെങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെ പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹ്മെയേലിനോടും അസ്രിയേലിന്റെ മകനായ സെരായാവോടും അബ്ദേലിന്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ചുരുളും ബാരൂക്ക് യിരെമ്യാവിന്റെ വാവണിപ്രകാരം എഴുതിയിരുന്ന വചനങ്ങളെ രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായെന്നാൽ, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യെഹോയാക്കീം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളെയൊക്കെയും അതിലെഴുതുക. എന്നാൽ യഹൂദ രാജാവായ യെഹോയാക്കീമിനോട് നീ പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗങ്ങളെയും മുടിച്ചു കളയും എന്ന് നീ അതിലെഴുതിയത് എന്തിന് എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹൂദ രാജാവായ യെഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവന്റെ ശവം പകൽ വെയിലും രാത്രി മഞ്ഞും ഏൽപ്പാൻ എറിഞ്ഞു കളയും. ഞാൻ അവനെയും അവന്റെ സന്തതിയെയും ഭൃത്യന്മാരെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കും. അവർക്കും യെരൂശലേം നിവാസികൾക്കും യഹൂദ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തും. അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേര്യാവിന്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യെഹോയാക്കീം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളെയൊക്കെയും യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം അതിലെഴുതി. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. യഹൂദ പാപത്തിനുമേൽ പാപം കൂട്ടുന്ന അധ്യായമാണ് 36-ാം അധ്യായം. യോശിയാവിന്റെ മകനായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ ദൈവം യിരെമ്യാവിന് ഒരു കൽപ്പന നൽകി. യോശിയാവിന്റെ കാലം മുതൽ ദൈവം യിരെമ്യാവിന് നൽകിയ അരുളപ്പാടുകൾ ഒരു പുസ്തക ചുരുളിൽ എഴുതണമെന്നായിരുന്നു അത് വായിച്ച് യഹൂദ യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടിയായിരുന്നു. കാവലപ്പുരമുറ്റത്ത് തടവിലായിരുന്ന യിരെമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂക്കിനെ കൊണ്ട് ചുരുൾ വാങ്ങിപ്പിച്ചു. യിരെമ്യാവ് പറഞ്ഞു കൊടുത്തവ ബാരൂക്ക് അതിലെഴുതി. ആ പുസ്തകം ദേവാലയത്തിലെത്തി ജനത്തെ വായിച്ചു കേൾപ്പിക്കാൻ ബാരൂക്കിനോട് യിരെമ്യാവ് പറഞ്ഞനുസരിച്ച് ബാരൂക്ക് പോയി. 9-ാം മാസത്തിൽ അവർ ആഹ്വാനം ചെയ്ത ഉപവാസ ദിവസം തന്നെ വായിച്ചു. മിഖായാവ് എന്നവൻ ഇത് കേട്ട് രാജഗൃഹത്തിലെ ശ്രേഷ്ഠന്മാർക്ക് അറിവ് കൊടുത്തു. അവർ ബാരൂക്കിനെയും പുസ്തകത്തെയും വരുത്തി ബാരൂക്ക് അവരെയും വായിച്ചു കേൾപ്പിച്ചു. അനന്തരം പുസ്തകം രായസക്കാരനെ മുറിയിൽ വെച്ചു. അവർ ബാരൂക്കിനോട്, നീ യിരെമ്യാവിനെ കൂട്ടി ഒളിച്ചിരിക്ക, രാജാവ് ഇതറിഞ്ഞാൽ നിങ്ങളെ പിടിക്കും. ബാരൂക്ക് യിരെമ്യാവിനെ കൂട്ടി ഒളിച്ചിരുന്നു. രാജാവ് ഹേമന്ത ഗൃഹത്തിലായിരുന്നു. യഹൂദിയോട് പുസ്തകം കൊണ്ടുവന്ന് വായിക്കാൻ പറഞ്ഞു. അവൻ പുസ്തകത്തിലെ 3-4 ഭാഗം കേട്ടു. രാജാവ് അത് മൊത്തം കണ്ടിച്ച് തൻ്റെ നെരുപ്പോടിലിട്ട് കത്തിച്ചു കളഞ്ഞു. യിരെമ്യാവിനെയും ബാരൂക്കിനെയും പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചെങ്കിലും ദൈവം അവരെ ഒളിപ്പിച്ചു. വീണ്ടും അരുളപ്പാടുണ്ടായി, നീ വീണ്ടും എഴുതുക. യിരെമ്യാവ് പറഞ്ഞു കൊടുത്തു. ബാരൂക്ക് വീണ്ടും എഴുതി. യെഹോയാക്കീമിനോട് പറയാൻ ദൈവം നൽകിയ ദൂത്, ബാബേൽ രാജാവ് വന്ന് യഹൂദയെ സകല മൃഗങ്ങളെയും സകല മനുഷ്യനെയും മുടിക്കും, നീ നിന്റെ മക്കളും നശിക്കും എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കുന്നത് അത് ദൈവവചനത്തിലൂടെ നാം വായിക്കുമ്പോഴായാലും പ്രസംഗം കേൾക്കുമ്പോഴായാലും നമ്മോട് സംസാരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. കാരണം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. നമ്മൾ ആ വചനം കേട്ട് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നമ്മുടെ നോട്ടം കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ കൊണ്ടുമൊക്കെ നമ്മൾ പിന്തുടരുന്ന നീളവും അസൂയയും പകയും വിദ്വേഷവും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് നമ്മൾ മടങ്ങി വരുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനാണ് അവൻ തൻ്റെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. പക്ഷേ ഹെരോദാവ് യോഹന്ന സ്നാപകനെ കൊന്നതുപോലെ ഇവിടെ യെഹോയാക്കീം ദൈവത്തിൻ്റെ ദാസൻ എഴുതിയ ആ വചനങ്ങളെ ചുട്ടുകളയുകയാണ്. അവർ ദുർമാർഗങ്ങൾ ചെയ്യുന്നു, വിഗ്രഹാരാധന നടത്തുന്നു. അതുതന്നെ ശിക്ഷാർഹമാണ്. അതിൻ്റെ മീതെ ഇപ്പോൾ അവർക്ക് ദൈവം നൽകിയ ആ അരുളപ്പാടുകളെ ചുട്ടുകളഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവം ഖണ്ഡിതമായിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബവും നശിക്കും. യഹൂദയിലെ മനുഷ്യരും മൃഗങ്ങളും ഉന്മൂലനാശം ചെയ്യപ്പെടാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കണം. കർത്താവേ, എന്നോട് അരുളി ചെയ്യണമെന്ന് ശമൂവേൽ പറഞ്ഞതുപോലെ പറയുവാനും
കർത്താവിനെ അനുസരിക്കുവാനും അതിനാൽ അനുഗ്രഹീതരാകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.